ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വയനാട്ടിലേക്കാണ് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന സമയമാണ്. അതുകൊണ്ട് ഞാനും വയനാട്ടിലേക്കൊന്ന് പോകാമെന്ന് തീരുമാനിച്ചു. നമുക്ക് പോകുമല്ലേ? പതിവ് പോലെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പോകുന്നത് വയനാട്ടിലേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വയനാടിൻ്റെ തുടക്കം, അതായത് താമരശ്ശേരി ചുരം കയറാനായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതുപോലെ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വാഹനവുമായിട്ട് ഞാൻ ചുരം കയറാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ വയനാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ വയനാട്ടിൽ നമ്മൾ 1-2 ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രശസ്തമായ താമരശ്ശേരി ചുരം കേട്ടിട്ടുണ്ടല്ലോ. വെള്ളാനകളുടെ നാട്ടിലെ നമ്മുടെ പപ്പുവിൻ്റെ താമരശ്ശേരി ചുരം, അതാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വയനാട്ടിലേക്കുള്ള 3ാമത്തെ എയർപിന്നാണ്. കുറച്ചു കാലം മുമ്പാണ് ഈ റോഡ്, ഈ വളവ് വളരെ ഒരു നൂത്തെടുത്ത് വീതി കൂട്ടി ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കിയത്. അതിനു മുമ്പേ വളരെ തിരക്കായിരുന്നു, വാഹനങ്ങളൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. 3-4 കുരങ്ങന്മാർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവന്മാരിങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന ഇങ്ങനെ നോക്കിയിരിക്കുക ആശാന്മാർ. അവിടെ എവിടെയൊക്കെ ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കുരങ്ങന്മാർ. ഇപ്പം 9ാമത്തെ വളവ്, അതായത് അവസാനത്തെ വളവ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും നമുക്ക് കോഴിക്കോടിൻ്റെ വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ല എങ്കിലും ദൂരെയായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറുമ്പോൾ ഏറ്റവും മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ടാവും. പക്ഷേ നമുക്കവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. കാരണം അവിടെ ഇപ്പോൾ പോലീസ് ഭയങ്കര ചെക്കിങ് ആണ്. അവിടെ നിന്ന് നമുക്കത് കാണാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അവർ പാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും മുകളിലാണ്. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് നടക്കേണ്ടി വരും. പറഞ്ഞ വ്യൂ പോയിന്റ്, ഇവിടെ കോവിഡ് ആയതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരെ നിർത്താത്തത്. പക്ഷെ ഇതിലെ യാത്രക്കാരൊക്കെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ പോലീസ് വന്ന് അപ്പം നമ്മളെ ഓടിക്കും കേട്ടോ. നമ്മളിവിടെ നിർത്തുന്നില്ല. പക്ഷെ ഇത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. വയനാട്ടിലേക്ക് പ്രവേശിച്ചു. വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. വെൽക്കം ടു വയനാട്. ഇപ്പൊ നമ്മൾ വയനാട് പ്രവേശിച്ചു. അടുത്ത നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കടി എന്ന് പറയും. ലക്കടി വയനാടിന്റെ തുടക്കം, വയനാടിന്റെ ബോർഡർ. ഇപ്പോൾ നമ്മൾ ചെയിൻ ട്രീ എന്ന് പറയുന്ന പ്രശസ്തമായ, അതായത് വയനാട് ചുരത്തിൻ്റെ മുകളിൽ ടോപ്പിൽ കാണുന്ന ഒരു സ്ഥലമാണ്. ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് ചെയിൻ ട്രീ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ താമരശ്ശേരി ചുരം പണിയുന്ന ഒരു മൂപ്പനാണ് കരിന്തണ്ണൻ പറയുന്ന ഒരു മൂപ്പൻ. ഇദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മൂപ്പൻ്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഈ ഐതിഹ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആൽത്തറയിൽ നമുക്ക് കാണാം ഒരു ചങ്ങല അവിടെ കൊളുത്തിയിട്ടിരിക്കുന്നത്. അതാണ് പ്രശസ്തമായ ചെയിൻ ട്രീ. ഇത് ചങ്ങലയിൽ കണ്ടില്ലേ, മരത്തിൽ ചങ്ങലയിൽ കൊളുത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സാധാരണ ഇതുവഴി പോകുന്നവരൊക്കെ ഇവിടെ വണ്ടി നിർത്തുകയും കാണിക്കയൊക്കെ ഇട്ട് പോകുന്ന സ്ഥലമാണ്. ശക്തമായിട്ടുള്ള കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സൗണ്ടിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വയനാടിൻ്റെ ഉൾഗ്രാമപ്രദേശങ്ങളിലൂടെയാണ്. അതായത് പനമരം റൂട്ടിൽ കൂടെയാണ് നാം പോകും. പനമരം അങ്ങോട്ടേക്കുള്ള വഴിയിലേക്കാണ്. മെയിൻ പനമരം റൂട്ടിലേക്കല്ല പോകുന്നത്. ഇതുവഴി പോയാലും പനമരം എത്തും. അതായത് ഞാനിവിടെ പോകുന്നത് പറഞ്ഞാൽ കബനി നദി ഇതുവഴി കടന്നു പോകുന്നുണ്ടല്ലോ. ആ കബനി നദിയിലേക്കാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളിലൂടെ പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. നമുക്ക് എന്താ വയനാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലെത്തുക എന്താണ്? മുത്തങ്ങ, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ മനസ്സിലെത്തുന്നത്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളേരിയ, അതായത് വയനാടിൻ്റെ ഉൾഗ്രാമപ്രദേശങ്ങളിലൂടെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് ഇത് കുറേ ഭാഗങ്ങളൊക്കെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, എന്നാൽ കൃഷിയിടങ്ങളും ഉണ്ട് രണ്ട് സൈഡിലും. അത് ടിപ്പിക്കൽ വയനാടിൻ്റെ ഉൾഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കൂ, നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ഇപ്പോൾ കബനി നദിയുടെ തീരത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. നോക്കിയേ, മനോഹരമായിട്ടുള്ള വീതിയുള്ള കബനി നദിയുടെ തീരത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. കണ്ടോ, അവിടെ കുറേ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കുക എന്നുള്ളതാണ്. വയനാട്ടിൽ വന്ന് മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ബത്തേരി ഉണ്ടായിരുന്നു, മാനന്തവാടി ഉണ്ടായിരുന്നു, മുത്തങ്ങ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ പല പ്രാവശ്യം വന്ന് യാത്ര ചെയ്തതാണ്. അപ്പോൾ ഈ പ്രാവശ്യം എന്താ വയനാട്ടിലെ ഇവിടെ വന്ന് നമുക്കൊന്ന് മീൻ പിടിക്കാൻ, അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. അതിന് പറ്റിയൊരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. മനോഹരമായ നല്ല വീതിയുള്ള തീരമാണ് ഇവിടെ. വെള്ളം അധികം ഒരുപാട് വെള്ളമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊന്ന് മീൻ പിടിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു ചേട്ടന് മീൻ വലയിടാൻ പോവുകയാണ്. നോക്കാം പുള്ളി വലയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പുള്ളി റെഡി ആയിട്ടുണ്ട് വലയിടാനായിട്ടുള്ള. വീശി വല എറിഞ്ഞു കഴിഞ്ഞു. അത് എടുത്തു, പക്ഷേ ഈ പ്രാവശ്യം ഒന്നും മീനൊന്നും അതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ കബനി നദിയുടെ മധ്യഭാഗത്താണെന്ന് പറയാം. കബനി നദിയുടെ മധ്യത്തിൽ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. ഈ ബണ്ടിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ഈ ബണ്ടിൻ്റെ ഈ സൈഡിൽ വെള്ളക്കുറവാണ്. ഇവിടെ വെള്ളം തടഞ്ഞു കെട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വെള്ളം വരികയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന, ഇവിടെ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ ആഴം കൂടുതലുണ്ട്. അതേസമയം ഇതേ സൈഡിൽ വെള്ളം കെട്ടിവിട്ടിട്ട് താഴേക്ക് വെള്ളം ഒഴുക്കി വിട്ടിരിക്കുന്ന, കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വെള്ളം ഒഴുക്കി വിട്ടിരിക്കുന്ന സ്ഥലമാണ്. നോക്ക്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മീൻ പിടിക്കാൻ പറ്റുമോയെന്നൊന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ച കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, പാറയുടെ പുറത്തിരിക്കുന്ന എന്താണെന്ന് നോക്കിക്കേ. ഒരു മുതലയാണ് കേട്ടോ. ഒരു മുതലയാണ് ആ പാറയുടെ പുറത്തായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇത്രയും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു മുതല. അതിൻ്റെ ചൂണ്ട ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ പോർഷൻ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ടൈറ്റ് ചെയ്തു. അതിന് റീലെന്നാണ് പറയുന്നത്. ആ റീല് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചൂണ്ട നമ്മൾ ഇട്ടു കേട്ടോ. പതിവുപോലെ ഞാനെൻ്റെ മീൻപിടുത്തം അവസാനിച്ചു. എൻ്റെ ചൂണ്ടയിൽ മീനൊന്നും കുരുങ്ങിയില്ല. എൻ്റെ കുരുങ്ങിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പാറപ്പുറത്ത് കിടക്കുന്ന മുതലയാണ് എൻ്റെ കണ്ണിൽ കുരുങ്ങിയത്. ചൂണ്ടയിലൊന്നും കുരുങ്ങിയില്ല. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ഡെസ്റ്റിനേഷനിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.